ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു കൊല്ലം സ്റ്റൈൽ കുമ്പളങ്ങ ഇട്ട പുളിശ്ശേരിയാണ് കേട്ടോ. കുമ്പളങ്ങ പുളിശ്ശേരി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളവിടെ ഒരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഒരെണ്ണം മുഴുവൻ എടുക്കുന്നില്ല, പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം കഴുകി വൃത്തിയാക്കി നല്ല സ്ക്വയറായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇച്ചിരി കട്ടിയായിട്ട് അരിയാതെ നമ്മൾ വേവിച്ചിട്ട് എടുക്കാനുള്ളതാണ്. അപ്പം കുമ്പളങ്ങയും പച്ചമുളകും കൂടി ഈ ഒരു കലത്തിലാണ് കേട്ടോ ഞാനൊന്ന് പുളിശ്ശേരി വെക്കുന്നത്. അപ്പോൾ കലത്തിനകത്തോട്ട് കുമ്പളങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്, പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് അപ്പം അരപ്പിനായിട്ട് വേണ്ടത് തേങ്ങയാണ്. തേങ്ങയും കൊച്ചുള്ളി കുറച്ച് മിക്സിയുടെ ജാറിനകത്തോട്ട് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം കൊച്ചുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തോട്ട് കുറച്ച് ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുള്ളത് ഞാൻ അതിനകത്തോട്ട് അതെല്ലാം കഷ്ണത്തിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് തൈരാണ് കേട്ടോ. തൈര് ഒന്ന് മിക്സിക്കകത്ത് വെച്ച് ക്രഷ് ചെയ്തിട്ട് നമുക്ക് അതുകൂടി ഒഴിച്ച് കൊടുക്കാം. ഇത് തിളപ്പിക്കരുത് കേട്ടോ, ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്താൽ മതി. അതായത് കൊല്ലത്തൊക്കെ പറയുന്നത് നമുക്ക് അനത്തിയെടുക്കാമെന്ന് പറയും. അപ്പോൾ നമുക്കൊന്ന് അനത്തിയെടുക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇളക്കി നന്നായിട്ട് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത്